തമിഴ്നാട്ടിൽ നാം തമിഴർ കക്ഷി നേതാവിനെ വെട്ടിക്കൊന്നു. നോർത്ത് മഥുര ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യനാണ് കൊല്ലപ്പെട്ടത്. പ്രഭാത സവാരിക്കിടെ ഒരു സംഘം ആക്രമിക്കുകയായിരുന്നു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്താണ് ഈ സംഭവത്തെപ്പറ്റി അറിയാൻ കഴിയുന്നത്? വേണു, ഇന്ന് രാവിലെയാണ് മധുര നഗരത്തിന് ഉള്ളിൽ തന്നെയുള്ള വല്ലഭായ് റോഡിലെ ചൊക്കിക്കുളം എന്ന് പറയുന്ന മേഖലയിൽ വെച്ചാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. ഇദ്ദേഹം രാവിലെ പ്രഭാത സവാരിക്ക് വേണ്ടി ഇദ്ദേഹം ഇറങ്ങിയതായിരുന്നു. കുറച്ചു സമയമായി ഈ ഒരു 4 പേരടങ്ങുന്ന സംഘമാണ് ഈ കൃത്യം ചെയ്തതെന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ഈ 4 പേർ അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും അവസരം ലഭിച്ചപ്പോൾ കൃത്യമായി തന്നെ കൃത്യം നടത്തുകയുമായിരുന്നു. അത് കത്തിയും അരിവാളും ഒക്കെ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം ഓടിയെങ്കിലും പിന്തുടർന്ന് വെട്ടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചൊക്കിക്കുളത്താണ് PTR ത്യാഗരാജ്, അതായത് മന്ത്രിയായിട്ടുള്ള PTR ത്യാഗരാജന്റെ വീട്. അത് പളനിവേൽ ത്യാഗരാജന്റെ വീട്. അദ്ദേഹത്തിന് അവിടെ സെക്യൂരിറ്റി ഉണ്ട്. മാത്രമല്ല ചൊക്കിക്കുളം പോലീസ് സ്റ്റേഷൻ അതിന് സമീപത്ത് തന്നെയാണ്. ഈ ഒരു മേഖലയിൽ വെച്ചാണ് ഈ ഒരു കൊലപാതകം അതും പട്ടാപ്പകൽ നടക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ കാണുന്നു. എന്തായാലും തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നേതാക്കളെ കൊലപാതകം ചെയ്യുന്നത് അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്നത് വ്യാപകമാവുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. നമുക്കറിയാം BSPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ആംസ്ട്രോങ് കൊല്ലപ്പെട്ട് അതിന്റെ ഒരു ചൂട് ആറും മുമ്പെയാണ്, അല്ലെങ്കിൽ ആ ഒരു വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പെയാണ് മറ്റൊരു കൊലപാതകം കൂടി ജില്ലാ നേതാവിനെ, നാം തമിഴർ കക്ഷിയുടെ ജില്ലാ നേതാവിനെ ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. മധുര കമ്മീഷണറായിട്ടുള്ള ലോകനാഥന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അദ്ദേഹം പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ, അതായത് ബാലസുബ്രഹ്മണ്യനെതിരെ 2012 ഒരു കൊലപാതക കേസ് ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പ്രാഥമികമായി എന്തായാലും പറയുന്നുണ്ട്. ആ രീതിയിലെല്ലാം തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. 4 പേരാണ് ഈ ഒരു കൃത്യം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ശരി, മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന്.